അതായത് മോഹൻലാലിന്റെ ഈ ദുർനടപ്പിനെ കുറിച്ച് എപ്പോഴും പുള്ളി വ്യാകുലപ്പെട്ട് മോഹൻലാലിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ, അതായത് ചീട്ട് കളിക്കാനോ മറ്റെന്തോ ആവശ്യത്തിന് പണമില്ല എന്ന് പറയുമ്പോ കിഴക്കേ പറമ്പ് വിൽക്കാമെന്ന് പറഞ്ഞ ആ ലാഘവത്തോട് വിൽക്കുന്നതും, അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു രംഗമുണ്ട്. അതായത് ഈ ഞാൻ മോഹൻലാലിന്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് വീട്ടിലെ ജോലിക്കാരനായിട്ട് നിന്ന അതെ അതെ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ പറയുന്ന വസ്തുവിന് വില വെക്കാനായിട്ട് വരുന്ന രംഗമുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു വേണമെങ്കിൽ ഞാൻ ഇത്ര കുറച്ച് കാശും കൂടെ കൂടുതൽ തരാം എന്ന് പറയുന്ന രംഗത്തിൽ മോഹൻലാലിനെ പ്രൊവോക്ഡ് ആയിട്ട് പറയുന്ന രംഗമുണ്ട്. പുള്ളിയെ തീർത്തും അങ്ങ് അധിക്ഷേപിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുന്ന രംഗമാണ്. പോലും ഈ പറമ്പിന്റെ അപ്പുറത്ത് നിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നാണെങ്കിൽ എടുത്ത് പിള്ളേരെ ട്രോൾ ചെയ്യുന്ന രംഗമാണ്. അതെ. അപ്പൊ ആ വ്യക്തിക്ക് തന്നെ പിന്നെ ആ വസ്തു ഗതികേട് കൊണ്ട് വിൽക്കേണ്ടി വരുന്ന രംഗം. അതുകൊണ്ട് അത് ഈ കർമ്മയുടെ ഒരു എന്താ പറയുക കറക്റ്റ് ആയിട്ട് ഇന്നത്തെ ഈ സിനിമ ഐ.വി. ശശി കൃത്യമായിട്ടാ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത രീതി, അതായത് മറ്റു സിനിമകളിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നായകനും നായികയും പ്രണയിക്കുമെന്ന് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സീനായിരുന്നു അത്. മോഹൻലാലിന്റെ ആ തുടക്കത്തിൽ ആ ഒരു മുരടൻ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് സിനിമയുടെ പല ഓപ്പണിങ്ങിലും ഈ പറയുന്ന പോലെ കുത്തഴിഞ്ഞ ജീവിതം, മോഹൻലാൽ പെണ്ണുകുടിയനാണ്, കള്ളുകുടിയനാണ്, താന്തോന്നിയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയാണ്. അതായത് ഇൻട്രോയിൽ തന്നെ പറയുന്നത് നമ്മുടെ ഏഴിലക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലശ്ശേരി നീലകണ്ഠന്റെ പേരിലാണ് നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത്രയ്ക്കും കുപ്രസിദ്ധി ആ നാടിന് കുപ്രസിദ്ധി കൊടുത്ത ഒരു ക്യാരക്ടർ ആയിരിക്കുന്ന മോഹൻലാലിന് ഒരു പ്രണയം ഉണ്ടാകുന്നത് നമ്മൾ മൂവിയുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യില്ല ഒരിക്കലും. ആ ഒരു ക്യാരക്ടറിനെ അത്രയും താന്തോന്നിയായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഡൗൺഫോള് എഴുതിയിരിക്കുന്നതും അത് പ്രസന്റ് ചെയ്തേക്കുന്ന മോഹൻലാലിന്റെ ആക്ടിങ്ങും പിന്നെ മോഹൻലാലിന് ഒരു പ്രണയം ഉണ്ടാകുകയും അതൊരു അഡ്മയർ ചെയ്യേണ്ട ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. നമ്മുടെ മേക്കിംഗ് നമ്മൾ എടുത്തു പറയാനാണ്. പിന്നെ അതെനിക്കൊന്ന് ഈ ഒരു സിനിമയെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഈ ഒരു സിനിമയുടെ മ്യൂസിക്കും എടുത്തു പറയേണ്ട കാര്യമാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികളും എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതവും അതെ. അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എസ്.പി. വെങ്കടേഷാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ തൊട്ടേ വരികൾ എഴുതുന്നതിൽ കൈതപ്പുറം ഒക്കെ മലയാളത്തിന്റെ വരികളൊക്കെ എഴുതുന്നതിൽ മറ്റേ നമ്മുടെ ഭാനുമതിയുടെ ആ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം ഭാനുമതി ഡാൻസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നീലകണ്ഠൻ തന്നെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് മധുരയെന്ന് ഒരു പുള്ളിക്കാരൻ വരുന്നൊരു സീനുണ്ടല്ലോ, ഒരു മാസ്റ്റർ എന്തോ വന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ റോള് അത് നമ്മുടെ ബോളിവുഡിലെ പുള്ളിയുടെ പേര് ബോളിവുഡില്ല, നമ്മുടെ തമിഴ് സിനിമയിലെ തമിഴ് നമ്മുടെ തമിഴ് സിനിമയില്ല, ഡൽഹി ഗണേഷ് എന്ന് പറഞ്ഞ ഒരു കുട്ടി, അത് പുള്ളി ഇപ്പോഴും ഉണ്ട് സിനിമയിൽ. പുള്ളിക്കാരൻ വന്നിട്ട് ഭാനുമതിയെ അതായത് തിരിച്ചു കൊണ്ടുവന്ന എനിക്കൊന്ന് തിരുവാതിര കളിക്കുന്ന ഒരു സീൻ രംഗമുണ്ട്, അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സംഗീതവും ആ പാട്ട് അടിപൊളി സംഗീതവും, അതായത് പ്രത്യേകിച്ച് ഈ സെമി ക്ലാസിക്കൽ ട്രാക്കുകൾ ആണ് കൂടുതലും രാധാകൃഷ്ണൻ സാറ് ചെയ്തേക്കുന്നത്. സെമി ക്ലാസിക്കൽ ട്രാക്കുകളാണ് പുള്ളി മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ഈ മൂവി എടുത്തു കഴിഞ്ഞാലും എല്ലാ ട്രാക്കുകളും സെമി ക്ലാസിക്കൽ ട്രാക്കുകളാണ്. തുടക്കം മറ്റേ നമ്മള് എനിക്കൊന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ അമ്പലത്തിൽ പോയിട്ട് പാട്ട് പാടുന്നു, കീർത്തനം പോലെ കീർത്തനമാണ്, ഗംഗാധരംഗ അത് പക്ഷേ ലിപ്സിംഗ് ഭയങ്കര ഹൈലൈറ്റ് ആണ്. അതെ അതെ. അതിൽ ഈ ക്യാരക്ടറിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പുള്ളി താന്തോന്നിയാണ്, തെമ്മാടിയാണ്, പെണ്ണുപിടി എല്ലാം ആണെന്നുണ്ടെങ്കിൽ പോലും പുള്ളി ഈ കല, സാഹിത്യം, ഈ കാര്യങ്ങളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും നല്ല സംഗീതജ്ഞരെയും നല്ല നർത്തകരെയും എല്ലാം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലും കൂടെയാണ് അവരെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്തിട്ട് പൊന്നാട അടിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അപ്പൊ ആ പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ മോഹൻലാൽ പറഞ്ഞ താൻ തോന്നിയായിരിക്കും അങ്ങനെ എങ്ങനെയാന്ന് കേട്ടെന്ന് പറയുന്നത് അവിടെ തന്നെ ആ കഥാപാത്രത്തിന്റെ ഡെപ്തും ഹൈപ്പും അത്രയും ഭയങ്കരമായിട്ടാണ് ആ മോഹൻലാലിന്റെ ക്യാരക്ടർ എഴുതിയേക്കുന്നത് ആ സിനിമയിൽ. അതെ അതെ. പക്ഷെ ഇത്ര നമ്മൾ പറഞ്ഞിട്ടും ഇതിനകത്തെ എന്താ പറയുക പ്രതിനായകനെ നമ്മൾ പറഞ്ഞില്ല. അതെ, എടുത്തു പറയേണ്ട, അതായത് ഒരു നായകൻ ഉണ്ടെങ്കിൽ ഒരു പ്രതിനായകൻ വേണം. ആ പ്രതിനായകൻ അത്രത്തോളം ഹൈ ആയാൽ മാത്രമേ നായകന് കട്ടക്ക് നിൽക്കുന്ന. അതും വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ പുള്ളി? നെപ്പോളിയൻ വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ? പക്ഷെ ആ ഒരു സ്റ്റാർ കാസ്റ്റിനകത്ത് ഇങ്ങനെ ഒരു പുതിയൊരു ക്യാരക്ടറിനെ
സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. കാരണം ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നസെന്റിന് ഈ ഒരു ക്യാരക്ടർ കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം അതുപോലെ തന്നെയാണ് ഈ നായകനെക്കാട്ടിലും പല രംഗങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും പ്രതിനായകൻ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാസ്റ്റ്, ഈ നെപ്പോളിയന്റെ കാസ്റ്റ് അതിനകത്ത് കൊണ്ടുവന്നത് അത് ചൂസ് ചെയ്യാനുണ്ടായ കോൺഫിഡൻസ്, അവർ കാണിച്ച കോൺഫിഡൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് ആ ക്യാരക്ടർ കോൺഫിഡൻസ് ഓക്കെയാണ് അദ്ദേഹം ചെയ്തു. പക്ഷെ അതിന് സൗണ്ട് കൊടുത്തത് ഷമീത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്യാരക്ടറിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് ഷമീത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നെപ്പോളിയൻ അത് ആ ഒരു മലയാളം പറയുമ്പോഴും അത് ഷമീത്തിലും സൗണ്ട് കൊടുത്ത് പറയുമ്പോൾ അത്ര സിങ്ക് ഉണ്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തുടക്കം മുതൽ. അത് എന്തുമാത്രം എഫേർട്ട് ഉള്ളൊരു സംഗതിയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതെ അതെ. കാരണം പണ്ട് കാലത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഈ സ്റ്റുഡിയോയിൽ ഇന്നത്തെ പോലെ അല്ലല്ലോ. അതെ. അപ്പം അതിന്റെ ഒരു മേക്കിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അത്രയ്ക്കും. അതുപോലെ ഈ പറയുന്ന എന്താ പറയുക, മുണ്ടക്കൽ ശേഖരന് കൊടുക്കുന്ന ഇൻട്രോയും ഗംഭീരമാണ്. ആ മറ്റേ അമ്മാവൻ മരിച്ചു കഴിഞ്ഞ ആ രംഗത്തിലെ എല്ലാരും കൂടെ കൂട്ടം കൂടി നിന്നിട്ട് വരുന്ന ഒരു സീനുണ്ട്. അത് വെച്ചാൽ എനിക്കൊന്നും ആ കാലഘട്ടത്തിലൊക്കെ വില്ലൻ ഒരു ഗംഭീര ഇൻട്രോ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രേക്ഷകർ എത്രത്തോളം അതിനെ അംഗീകരിക്കും അറിയത്തില്ല. പക്ഷെ ഗംഭീര ഇൻട്രോ കൊടുത്തേക്കുന്നത് അത്രയും ഹൈപ്പ് അന്ന് അത്ര അക്സെപ്റ്റൻസ് ഈ മൂവിക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം പിന്നീട് രണ്ടാം ഭാഗമായിട്ട് രാവണപ്രഭു വന്ന ഒരു വേറൊരു സ്റ്റൈലിഷ് മോഡൽ ഈ ഒരു സിനിമ ഫാൻ മൂവിയാണെന്ന് പറയാം. മൂവിയാന്ന് തന്നെ പറയാം. അത് രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത് അതിനെ ഗംഭീരമാക്കി ഒരു സിനിമ കൂടിയാണ്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുണ്ടക്കൽ ശേഖരനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ജനാർദ്ദനന്റെ അമ്മാവന്റെ കഥാപാത്രം കൂടെ പറയാനുള്ളൂ. പുള്ളിയാണല്ലോ തുടക്കം തൊട്ടേ ശരിക്കും പറഞ്ഞാൽ എന്താ മംഗലശ്ശേരി നീലകണ്ഠനെ പോയി പ്രൊവോക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ ജനാർദ്ദന്റെ കഥാപാത്രം മുണ്ടക്കൽ കുഞ്ഞികൃഷ്ണൻ എന്നാണ് അതിന്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. തുടക്കമുള്ള പല സീനുകളിലും പുള്ളിക്കാരൻ മദ്യപിച്ച് വന്നിട്ട് വെല്ലുവിളിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. മറ്റേ ആ മെയിൻ രംഗത്തല്ലേ എവിടെയാ മംഗലശ്ശേരി നീലകണ്ഠൻ ചോദിക്കും മറ്റേ തട്ടേന്ന് ഇറങ്ങി വന്നിട്ട് അതാണ് പട്ടി എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അത് പല മോഹൻലാൽ ഫാൻസിന്റെ ഇടയിലും ആ ഒരു രംഗം മോഹൻലാൽ ഇറങ്ങി വരുന്ന ഒരു രംഗം പലപ്പോഴും നമ്മൾ റീലുകളിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അത് മുണ്ട് ഒരു ബ്ലാക്ക് ഷർട്ട് ആണെന്ന് അല്ലേ, അത് ഓർക്കുന്നില്ല കൃത്യമായിട്ട്, ബ്ലാക്ക് ഷർട്ട് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ മുണ്ട് എടുത്ത് വന്ന മുണ്ട് മടക്കി കുത്തി അതേ പട്ടി എന്ന് പറയുന്ന കൂടുതൽ എന്താ പറയാ കൂടുതൽ വലിയ വികസനം അങ്ങനെ വലിയ ഡയലോഗ് ജസ്റ്റ് ഒന്നുമില്ല. അതേടാ പട്ടി എന്ന് പറയുന്നുള്ളൂ. ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കുത്തി അടച്ചിട്ടൊന്നുമില്ല. അത് ഒരു മാസാണ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജനാർദ്ദന്റെ റോളിൽ ആ ഒരു റോളിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിനായകന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. പിന്നെ അവിടെ പോയി ആ ഒരു കണ്ടിന്യൂസ്, അതായത് തന്റെ എനിക്ക് സെക്കൻഡ് ഹാഫിന് ശേഷം മുണ്ടക്കൽ ശേഖരന്റെ ഒരു എന്താ പറയുക ഒരു അപ്രമാദ്യം എന്ന് തന്നെ പറയാം, ഒരു സുപ്രീം എന്ന് പറയാം. പക്ഷെ അതില് അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ പോയി ഏറ്റവും അവസാനം ക്ലൈമാക്സിനോട് അടുക്കുന്ന ഒരു രംഗത്തില്, അതായത് നമ്മുടെ കൈ വെട്ടിയെടുക്കുന്ന ഒരു രംഗം ഉണ്ടല്ലോ അപ്പം ഭാനുമതി എവിടാന്ന് അറിയത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താ പറയുക മംഗലശ്ശേരി നീലകണ്ഠൻ മൗനം പാലിച്ച് പോയിട്ട് അത് ഈ ഇടയ്ക്കൊക്കെ എനിക്കൊന്ന് പോസ്റ്റിലൊക്കെ ആ ഒരു രംഗം വന്ന് ഭയങ്കര തരംഗമായിട്ടാണ്. അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ ഭാനുമതി വരുന്ന ഒരു രംഗമുണ്ട്, അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട്. അപ്പം നമ്മുടെ മുണ്ടക്കൽ ശേഖരന്റെ മുഖത്ത് കാണുന്ന ഒരു ഭയമുണ്ട്, അത് കൃത്യം അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സത്യം പറഞ്ഞ അത് എനിക്കൊന്നും ചിലപ്പം പറഞ്ഞ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള രംഗമാണ്. പെട്ട എല്ലാവരുടെയും മൈൻഡ് പോകുന്നത് മോഹൻലാലിലോട്ടായിരിക്കും. പക്ഷെ അവിടെ നമ്മുടെ പറഞ്ഞ മംഗലശ്ശേരി നീലകണ്ഠന്റെ ആ ഒരു എന്താ പറയുക ഒരു പൗരുഷത്തിന് ഉപരിയായിട്ട് നമ്മുടെ മുണ്ടക്കൽ ശേഖരന്റെ ഒരു ഭയം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് പുള്ളി. പക്ഷെ ഒരു പരിധി വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഹാഫ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലെ തന്നെ ഈക്വലി പവർഫുൾ ആയിട്ട് തന്നെയാണ് മുണ്ടക്കൽ ശേഖരനെയും അതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവസാനത്തെ രംഗം തന്നെ എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാൽ മുണ്ടക്കൽ ശേഖരന്റെ കൈവെട്ടിയെടുക്കുന്നത്. അതെ അതെ. അപ്പൊ സർവേ ചെയ്യാൻ വേണ്ടി അത് ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ഇവർ രണ്ടുപേരും തങ്ങളിൽ കൊടുക്കുന്ന ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മ്യൂച്വലി ഒരു ബാലൻസ് ഉണ്ട് ആ മൂവിയുടെ എൻഡ് വരെ ഉണ്ട്. നായകനും പ്രതിനായകനും തന്നെ. അതായത് മറ്റേ എന്താ പറഞ്ഞു വേണമെങ്കിൽ ആ വീണ് കിടക്കുന്ന രംഗത്തിൽ വേണമെങ്കിൽ നമുക്ക് മുണ്ടക്കൽ ശേഖരന് വന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ ഇല്ലായ്മ ചെയ്ത് പോകാം. പക്ഷെ അദ്ദേഹം വെയിറ്റ് ചെയ്തു. ആ പറഞ്ഞ ഡയലോഗില്ലേ ഞാൻ അതായത് അടുത്ത ഉത്സവത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അതുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന രംഗമാണ്. അന്ന് അതൊരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു എന്നുള്ളത് അറിയില്ല, എനിക്കും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലല്ല. പിന്നെ രഞ്ജിത്ത് തന്നെ ചിലപ്പോ ഒരു പക്ഷെ ചിന്തിച്ചെടുത്ത് വന്നായിരിക്കും. പക്ഷെ എനിക്കൊന്നും രാവണപ്രഭുവിൽ അത് പറയുന്നുണ്ട്.
അതെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം അവിടെ പറയുന്നുണ്ട്. അതെ, ഞാനും നീലനും മറ്റേ ക്ലൈമാക്സിൽ രാവണപ്രഭുവിന്റെ ക്ലൈമാക്സിൽ പറയുന്നുണ്ടല്ലോ, എനിക്കും നീലകണ്ഠനും അങ്ങനെ കൊല്ലാനാണെങ്കിൽ എന്നെ കൊല്ലാമായിരുന്നു എടുത്ത് പറയുന്നുണ്ട്. അതല്ലേ കൈ വെട്ടിയെടുക്കുന്നു പറയുന്നത്, അത് അവനുള്ളതുകൊണ്ടാ ഞാനുള്ളതെന്ന് കറക്റ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് അതിനകത്തുള്ളൊരു ആ സ്ക്രിപ്റ്റിന്റെ ഒരു ക്ലാസ് എന്ന് നമ്മൾ പറയേണ്ടത്, എടുത്തു പറയേണ്ടത്. അതെനിക്ക് ഒന്ന് കുറച്ചുകൂടെ വിസിബിൾ ആകാൻ വേണ്ടിയായിരിക്കും ഈ രാവണപ്രഭുവിൽ ആ ഡയലോഗ് കൂട്ടിച്ചേർത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായില്ല വന്നേ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഏകദേശം എല്ലാ കഥാപാത്രങ്ങളെയും, ദേവാസുരത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും പറഞ്ഞു തന്നെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് ആ ടൈമിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഷാജി കൈലാസ്, പിന്നെ നമ്മുടെ പുള്ളിക്കാരന്റെ പഞ്ച് ഡയലോഗ്, സുരേഷ് ഗോപിയുടെ പഞ്ച് ഡയലോഗുകള്, രഞ്ജി പണിക്കര്, അപ്പൊ ഇവരുടെയൊക്കെ ഒരു എറ എന്ന് തന്നെ പറയണം. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ആറാം തമ്പുരാൻ, അതുപോലെ മമ്മൂട്ടിയുടെ തന്നെ ഇപ്പം ധ്രുവം വരുവാണെങ്കിൽ ധ്രുവം എടുക്കും പറയാം. അതുപോലെ തന്നെ കിങ്, അത് വെച്ചാൽ ഫയർ ബ്രാൻഡ്, ഇപ്പം സുരേഷ് ഗോപിയുടെ ഏകലവ്യൻ എടുക്കാം, അങ്ങനെ ക്രൈം ഫയൽ എടുക്കാം, പത്രം എടുക്കാം. അതായത് ഓരോരുത്തർക്കും ഓരോ ലെവലിലുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഷാജി കൈലാസ് ഒരു കോമൺ ബ്രാൻഡ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ രഞ്ജിത്ത് എഴുതും, അങ്ങനെ മാറി മറിഞ്ഞും വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടം ഇപ്പൊ റീപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഒരു അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ പറഞ്ഞേ മറ്റേ ഇതിൽ രംഗം പറഞ്ഞില്ലേ, ഏതാ നിന്റെ അച്ഛൻ അതിരുമാപ്പിള ഇവിടെ പോലും ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രോൾ ചെയ്യും. അതെ, ഉറപ്പായിട്ടും ട്രോൾ ചെയ്യും. കാരണം നമ്മൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമയിൽ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വേണ്ടിയിരുന്നു. അതിന് അന്ന് പ്രേക്ഷകർ കൈയടിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രേക്ഷകരെ കൈയടിക്കണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് രംഗങ്ങള് ഇപ്പൊ നമ്മളത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർ അതിനെ എങ്ങനെ, അതെ, ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എങ്ങനെ എടുക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു അപ്പൊ എന്താ പറഞ്ഞ ഒരു സുപ്രീം ഫൈനാൻസ് വരുന്നു എന്നുള്ളത് പറയുന്ന ഒരു കുറച്ചുകൂടെ ട്രോൾ ആവേണ്ടതുണ്ട്. പക്ഷെ ആ സിനിമ അന്നും കൾട്ടാണ്, ഇന്നും കൾട്ട് ക്ലാസിക്കാണ്. അത് ഒരു 4K റീ റിലീസിന് പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ആ ഒരു സിനിമ, ഒരുപക്ഷെ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമ ഇന്നും അത് 4K റിലീസ് ചെയ്താൽ ഇതിനു മുമ്പ് മോഹൻലാലിന്റെ ആ 3 സിനിമകൾ കിട്ടിയ അപ്രിസിയേഷൻ അതേ ലെവലിൽ ഈ പറയുന്ന ദേവാസുരം ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. അതിനൊക്കെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ് ദേവാസുരം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് അവര് 4K റീ റിലീസ് ചെയ്യണമെന്നും പറയുന്നില്ല. പക്ഷെ അതുപോലത്തെ മൂവീസ് ഇനിയും ഉണ്ടാവണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? അതുപോലത്തെ സിനിമകൾ ഉണ്ടാകണം നല്ല ആഗ്രഹമുണ്ട്. അതുപോലുള്ള റൈറ്റേഴ്സും വേണം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സിനിമകൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പ്രസന്റേഷൻ. വൈവി ശശി അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്, എല്ലാം ഗംഭീരമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ മോഹൻലാലിനെ വെച്ച് എനിക്ക് മോഹൻലാൽ മമ്മൂട്ടി ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു. ശരിക്കും മോഹൻലാലിനെ മമ്മൂട്ടി കോംബോയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത പോലും ഐ വി ശശിയാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള സിനിമയിൽ ഐ വി ശശി എന്ന് പറഞ്ഞ വ്യക്തിയുടെ സിനിമകളിൽ ഏറ്റവും ഒരു എന്ന് പറഞ്ഞ ക്ലാസ് ആയിട്ട് തോന്നുന്ന സിനിമയാണ് ദേവാസുരം. ചിലപ്പോൾ ഒരു ഒരാൾ ചോദിച്ചാൽ പോലും പെട്ടെന്ന് പറയുന്നത് ദേവാസുരം തന്നെ ആയിരിക്കും പെട്ടെന്ന് പറയുന്നത്. ധ്രുവവും വേറൊരു ക്ലാസ്. പക്ഷെ ധ്രുവം നമ്മുടെ ഇങ്ങരുടെ ആയിരുന്നു. ധ്രുവം എന്ന് പറഞ്ഞ സിനിമ ജോഷിയുടെ സിനിമയായിരുന്നു. അതെ, അപ്പൊ ധ്രുവത്തെ കുറിച്ച് പക്ഷെ നമുക്ക് വേറൊരു വീഡിയോ എന്തായാലും ഈ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമ റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ഒരു സംവാദം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.